PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണക്കിലെ ഒരു ട്രിക്കാണ്. ഏതൊരു സംഖ്യയും എത്ര വലിയ സംഖ്യയും 99 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഗുണിക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇവിടെ നോക്കുക, 24 × 99 അല്ലേ. അപ്പോൾ എത്ര വലിയ സംഖ്യയാണ്, 4 ആണെങ്കിലും 5 ആണെങ്കിലും എത്ര വലിയ സംഖ്യയും 99 കൊണ്ട് നമുക്ക് ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സാധാരണ രീതിയിൽ 9ന്റെ ടേബിളൊക്കെ ചൊല്ലി 99 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാനുള്ള മെത്തേഡാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് നമ്മൾ ചെറിയൊരു സംഖ്യയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, 24 × 99. അപ്പോൾ ഇവിടെ ഏത് സംഖ്യയാണ് ഗുണിക്കേണ്ടത്? 24. അതെടുത്ത് എഴുതാം, 24. ഇനി എന്ത് ചെയ്യാന്നറിയോ, അതിൻ്റെ കൂടെ 2 0 ചേർത്ത് കൊടുക്കാം. 2400 എന്നായി അല്ലേ. മൈനസ് ചെയ്യുക. എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഈ 24 തന്നെ മൈനസ് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. എന്താ ചെയ്തത്? ഏത് സംഖ്യയാണോ ഗുണിക്കേണ്ടത് അതിൻ്റെ കൂടെ 2 0 ചേർത്ത് കൊടുക്കുക, അതായത് × 100 അല്ലേ. 2 0 ചേർത്ത് കൊടുത്തിട്ട് ആ 24 അതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ആൻസറായി. അപ്പോൾ നോക്കുക, 0ൽ നിന്ന് 4 പോവില്ല, ഇവിടെ നിന്ന് കടം എടുക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എന്തായി? 10 ആയി. 10ൽ നിന്ന് 4 പോയാൽ 6, ഇവിടെ 9 ആയി. 9ൽ നിന്ന് 2 പോയാൽ 7, ഇവിടെ നിന്ന് 1 അങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ 3 ആയി. ഈ 2 ഇറക്കി എഴുതാം. അപ്പോൾ ഈ കുറയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് 99 കൊണ്ട് ഗുണിക്കുന്നതിനേക്കാളും ഈസി അല്ലേ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. 2376 ആണ് നമ്മുടെ ആൻസർ. വളരെ പെട്ടെന്ന് കിട്ടിയില്ലേ. 24നെ 99 കൊണ്ട് നമ്മൾ സൈഡിൽ എഴുതി ഗുണിക്കുകയാണെങ്കിൽ എത്ര സമയം വരും നമുക്കൊന്ന് നോക്കാം. 24 × 99, 4 9 36 6, 3 ശിഷ്ടം, 2 9 18, 18 3 എത്രയാണ്? 21. ഇനി എന്ത് ചെയ്യുക? 4 9 36 6, ബാക്കി 3, 2 9 18 3 21. ഇനി എന്ത് ചെയ്യാം? 6 6 1 7, 2 1 3 2. ഇത്രയും ചെയ്താലാണ് നമുക്ക് ആൻസർ കിട്ടുക. നമ്മളിത് എത്ര പെട്ടെന്നാണ് ചെയ്തെടുത്തത് അല്ലേ. ഇത് 2 അക്കം ആയതുകൊണ്ടാണ്. ഇനി 3 അക്കോ 4 അക്കോ 5 അക്ക സംഖ്യ വന്നാലും നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരിയും കൂടെ വലിയ നമ്പർ നോക്കാം. ഇവിടെ നോക്കാം, 177 × 99, 3 അക്ക സംഖ്യയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ 177 ആണ്. അത് അതുപോലെ എടുത്ത് എഴുതി എന്ത് ചെയ്യണം? 2 0 ചേർത്ത് കൊടുക്കുക. മൈനസ്, എന്താണ് മൈനസ് ചെയ്യേണ്ടത്? ഈ 177 തന്നെ മൈനസ് ചെയ്യുക. അപ്പോൾ 177 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 0 എന്ന് പോയില്ല, അങ്ങോട്ട് കടം എടുക്കുമ്പോൾ 10ൽ നിന്ന് 7 പോയാൽ 3, ഇവിടെ 9 ആയി. 9ൽ നിന്ന് 7 പോയാൽ 2, ഇവിടെ നിന്ന് 1 അങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ എത്രയായി? 6 ആയി അല്ലേ. 6ൽ നിന്ന് 1 പോയാൽ 5, 7 ഇറക്കിയിട്ടു, 1 അതുപോലെ ഇട്ടു. ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഒന്നുമില്ല, ഏത് സംഖ്യയാണോ 99 കൊണ്ട് ഗുണിക്കേണ്ടത് ആ സംഖ്യയുടെ കൂടെ 2 0 ചേർത്ത് കൊടുക്കുക. അതേ സംഖ്യ തന്നെ അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ. സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഗുണിച്ച് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഓക്കെ, അടുത്തൊരു വലിയ നമ്പർ നോക്കാം. ഇവിടെ നോക്കുക, 987 × 99 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഗുണിക്കുകയാണെങ്കിൽ എത്ര ടൈം വേസ്റ്റ് ആയി പോകുന്നൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് ഈസി ആയിട്ട് ചെയ്യാം. എന്ത് ചെയ്യണം? ആ നമ്പർ അതുപോലെ എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? 2 0 ചെയ്ത് നോക്കുക അല്ലേ. 0 ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 2 0 ചേർത്ത് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഈ സംഖ്യ തന്നെ ഇതിൽ നിന്നും കുറയ്ക്കണം അല്ലേ. 987 കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. എന്ത് ചെയ്യണം? പോവില്ല ഇവിടെ. അപ്പോൾ നമ്മൾ 7ൽ നിന്ന് കടം കൊടുക്കുമ്പോൾ ഇവിടെ 10 ആയി, ഇവിടെ 9 ആയി. 10ൽ നിന്ന് 7 പോയാൽ 3, ഇവിടെ 9ൽ നിന്ന് 8 പോയാൽ 1, ഇവിടെ 1 അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ 6 ആയി അല്ലേ. 6ൽ നിന്ന് 9 പോവില്ല, ഇവിടെ നിന്ന് 1 കടം കൊടുക്കുമ്പോൾ ഇവിടെ 16, 16ൽ നിന്ന് 9 പോയാൽ 7, ഇവിടെ നിന്ന് 1 അങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ 7 ആയി. ഇവിടെ ബാക്കി 9 ഉണ്ട്, അത് അതുപോലെ ഇറക്കിയിട്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ സംഖ്യകൾ തമ്മിൽ 99 കൊണ്ട് ഗുണിക്കുന്നതിനേക്കാളും ഈസിയാണ് എന്ത്? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എളുപ്പമല്ലേ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 2 അക്കം നോക്കി, 3 അക്കം നോക്കി, നമുക്കൊരു 4 അക്ക സംഖ്യ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കുക, 2573 × 99 അല്ലേ. 4 അക്ക സംഖ്യയാണ്, 99 കൊണ്ട് ഗുണിക്കണം. എത്ര ടൈം പോകുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാലോ. 2573 എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ 2 0 ചേർത്ത് കൊടുക്കുക. മൈനസ് എന്ത് ചെയ്യുക? ഇത് തന്നെ 2573 മൈനസ് ചെയ്യുക. അപ്പോൾ
573 മൈനസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ചെയ്യാലോ? 0 നിന്ന് 3 പോയില്ല, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കടമെടുക്കും. അപ്പോൾ ഇവിടെ 10 ആയി. 10 നിന്ന് 3 പോയാൽ 7. ഇവിടെ 9 ആയി. 9 നിന്ന് 7 പോയാൽ 2 ആണ്. ഇവിടെ 1 അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ എത്രയായി? 12 ആയി. അപ്പോൾ 2 ആയി. 2 നിന്ന് 5 പോകുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് 1 കടമെടുക്കും. അപ്പോൾ ഇവിടെ 12 ആയി. 12 നിന്ന് 5 പോയാൽ 7. ഇവിടെ നിന്ന് 1 അങ്ങോട്ട് പോയതുകൊണ്ട് ഇവിടെ എത്രയായി? 6 ആയി. 6 നിന്ന് 2 പോയാൽ 4 ആണ്. ഇവിടെ 5 അതുപോലെ ഉണ്ട്. 2 ഇറക്കി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഈ 4 സംഖ്യയും 99 കൊണ്ട് ഗുണിക്കുന്നതിനേക്കാളും എളുപ്പമാണ് എന്ത്? ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഏതൊരു സംഖ്യയും 99 കൊണ്ട് ഗുണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യയോട് 2 0 ചേർത്ത് കൊടുക്കുക. ആ സംഖ്യ തന്നെ അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഏതൊരു സംഖ്യയും 99 കൊണ്ട് ഈസി ആയിട്ട് ഗുണിക്കാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇതുപോലെയുള്ള ക്ലാസ്സുകളും വീഡിയോസും ട്രിക്സും ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.